സോളാർ കേസ് തിരിഞ്ഞുകൊത്തുമ്പോൾ തെളിവുകൾ ഒന്നൊന്നായി മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിനെ വിഴുങ്ങാൻ പാഞ്ഞെടുക്കുകയാണ്. കാലം കണക്ക് പറഞ്ഞു തുടങ്ങുമ്പോൾ ഇനി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള അയോഗ്യത പോലും ഒരുപക്ഷെ ഗണേഷ് കുമാറിനെ ഭാവിയിൽ തേടിയെത്തിയേക്കാം. സോളാർ വിവാദ നായിക സരിതാ നായരെ ഉപയോഗിച്ച് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെയും കോൺഗ്രസ് നേതാക്കളെയും കരിവാരിത്തേക്കാൻ ഗണേഷ് കുമാർ ഇറങ്ങിയതാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ്. കോടതിയിൽ ഇത് സംബന്ധിച്ച തെളിവുകൾ നൽകുകയും അത് കോടതി സ്വീകരിക്കുകയും ചെയ്തതോടെയാണ് കാര്യങ്ങൾ ഗണേഷ് കുമാറിന്റെ കൈവിട്ടു പോയതെന്ന് കാണാൻ സാധിക്കും. പത്തനാപുരം ഒന്നായി ഇപ്പോൾ ഗണേഷ് കുമാറിനെതിരെ തിരിഞ്ഞിരിക്കുമ്പോൾ ഒരു അട്ടിമറിക്ക് കൂടിയാണ് കളം തയ്യാറാകുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി അവശേഷിക്കുന്ന 9 ദിവസം മാത്രമാണ്. ഈ ചെറിയ കാലയളവിൽ സോളാർ കേസ് വീണ്ടും കോടതിയിൽ തിളച്ചു മറിയുകയാണ്. ഏറ്റവും ഒടുവിലായി മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ സോളാർ ലൈംഗികാപവാദ കേസിൽ കുടുക്കാൻ കെ.ബി. ഗണേഷ് കുമാർ MLA ഗൂഢാലോചന നടത്തിയതായി സാക്ഷിമൊഴി കൂടി രേഖപ്പെടുത്തി കഴിഞ്ഞു. ഗണേഷ് കുമാറിന്റെ മുൻ പേഴ്സണൽ സ്റ്റാഫ് അംഗവും മുൻ ജില്ലാ പഞ്ചായത്ത് അംഗവുമായ SC സഞ്ജയ് ഖാനാണ് കൊട്ടാരക്കര ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ നിർണായക മൊഴി നൽകിയിരിക്കുന്നത്. 2015 മെയ് മാസത്തിൽ പത്തനാപുരത്തെ ഗണേഷ് കുമാറിന്റെ ഓഫീസിൽ വെച്ചാണ് ഗൂഢാലോചന നടന്നതെന്ന് മൊഴിയിൽ പറയുന്നുണ്ട്. കോൺഗ്രസ് നേതാവ് CR നജീബിനൊപ്പമാണ് താൻ ഓഫീസിലെത്തിയത്. ഈ സമയം സോളാർ കേസ് പ്രതി അവിടെ ഉണ്ടായിരുന്നു. ഉമ്മൻചാണ്ടിയെ കൂടി കേസിൽ ഉൾപ്പെടുത്തണം, അല്ലെങ്കിൽ നമ്മുടെ പദ്ധതി ശരിയാകില്ല, ബാക്കിയെല്ലാം തന്റെ കയ്യിലാണ് എന്ന് ഗണേഷ് കുമാർ അവരോട് പറയുന്നത് നേരിട്ട് കേട്ടതായി സഞ്ജയ് ഖാൻ കോടതിയിൽ ബോധിപ്പിച്ചു. കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് 2013 മന്ത്രിസഭയിൽ നിന്ന് രാജിവെക്കേണ്ടി വന്ന ഗണേഷ് കുമാർ തന്നെ തിരിച്ചെടുക്കാൻ ഉമ്മൻചാണ്ടിക്ക് മേൽ സമ്മർദ്ദം ചെലുത്തണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. തന്നെ മന്ത്രിയാക്കിയില്ലെങ്കിൽ ഉമ്മൻചാണ്ടിയെ പീഡനക്കേസിൽ ഉൾപ്പെടുത്തി നാറ്റിക്കുമെന്നും അടുത്ത തവണ LDF മുന്നണിയിൽ ചേർന്ന് പകരം ചോദിക്കുമെന്നും ഗണേഷ് കുമാർ ഭീഷണിപ്പെടുത്തിയതായി സാക്ഷി വെളിപ്പെടുത്തുന്നുണ്ട്. ഇക്കാര്യം അന്ന് തന്നെ ഉമ്മൻചാണ്ടിയുടെ പേഴ്സണൽ അസിസ്റ്റന്റിനെ ഫോണിലൂടെ അറിയിച്ചിരുന്നതായും സഞ്ജയ് ഖാൻ പറഞ്ഞു. സോളാർ പ്രതിയുടെ കത്തിൽ ഉമ്മൻചാണ്ടി അടക്കമുള്ളവരെ കുടുക്കാൻ 4 പേജുകൾ അധികമായി എഴുതി ചേർത്തെന്ന അഭിഭാഷകൻ സുനിൽ ജേക്കബിന്റെ ഹർജിയിലാണ് ഇപ്പോൾ വിചാരണ നടക്കുന്നത്. തെരഞ്ഞെടുപ്പ് കാലമായതിനാൽ വിചാരണ മാറ്റിവെക്കണമെന്ന ഗണേഷ് കുമാറിന്റെ ആവശ്യം കോടതി നേരത്തെ തള്ളിയിരുന്നു. ഗണേഷ് കുമാർ ഭയന്നതുപോലെ തന്നെ സോളാർ കേസിൽ തനിക്ക് നേരെ കുറ്റം തിരിയുന്നത് നോക്കി നിൽക്കുകയാണ് ഗണേഷ് കുമാർ ചെയ്യുന്നത്. ഈ വിഷയം വോട്ടായി മാറിയാൽ ഉമ്മൻചാണ്ടിയെ ക്രൂശിച്ചതിന് പത്തനാപുരത്തെ വോട്ടർമാർ വോട്ടിംഗ് മെഷീനിലൂടെ മറുപടി പറയുമെന്നത് ഉറപ്പാണ്. ഇങ്ങനെ സംഭവിച്ചാൽ LDF സർക്കാരിൽ നിലംപതിക്കാൻ പോകുന്ന മന്ത്രിമാരുടെ ലിസ്റ്റിലേക്ക് ഗണേഷ് കുമാറിന്റെ പേരും എഴുതി ചേർക്കപ്പെടും. നേരത്തെ ഉമ്മൻചാണ്ടിക്കും കോൺഗ്രസ് നേതാക്കൾക്കുമെതിരെ ലൈംഗികാരോപണം ഉന്നയിച്ചുള്ള 4 പേജ് കത്ത് ഗണേഷ് കുമാറിന്റെ നിർദ്ദേശപ്രകാരം എഴുതി സോളാർ കേസ് പ്രതിക്ക് കൈമാറിയത് ശരണ്യ മനോജ് എന്ന മൊഴിയും പുറത്തു വന്നിരുന്നു. ഈ കേസിൽ സോളാർ വിവാദ നായികയും മൊഴി മാറ്റുമ്പോൾ ഗണേഷ് കുമാറിന് കുരുക്കുകൾ മുറുകുകയാണ്. കത്ത് മന്ത്രി ഗണേഷ് കുമാർ പറഞ്ഞതുപോലെ എഴുതിയ കത്ത് ജയിലിൽ കഴിഞ്ഞിരുന്ന സോളാർ കേസ് പ്രതിക്ക് കൈമാറുകയും പിന്നീട് ഈ കത്ത് സോളാർ കേസ് പ്രതി തന്നെ തന്റെ കൈപ്പടയിൽ എഴുതി പുറത്തുവിടുകയുമായിരുന്നുവെന്നാണ് തെളിഞ്ഞിരിക്കുന്നത്. പ്രതിയുടെ അഭിഭാഷകനായിരുന്ന ഫെനി ബാലകൃഷ്ണൻ കൊട്ടാരക്കര ജുഡീഷ്യൽ 1st ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഇത് സംബന്ധിച്ച് 2 മാസം മുൻപ് മൊഴി നൽകിയത്. സോളാർ കേസ് പ്രതിയുടെ കത്തിൽ ഉമ്മൻചാണ്ടിയുടെയും കോൺഗ്രസ് നേതാക്കളുടെയും പേര് എഴുതി ചേർത്തെന്ന കേസിൽ ഗണേഷ് കുമാർ നേരിൽ കണ്ട് സഹായം അഭ്യർത്ഥിച്ചെന്നും ഫെനി മൊഴിയിൽ നൽകുന്നുണ്ട്. 2015 ഏപ്രിൽ MC റോഡിൽ ഏനാത്തിനും കൊട്ടാരക്കരയ്ക്കുമിടയിലായിരുന്നു ഗണേഷ് കുമാറുമായുള്ള കൂടിക്കാഴ്ച നടന്നത്. ഗണേഷിന്റെ PA പ്രദീപ് കുമാറാണ് തന്നെ വിളിച്ചു വരുത്തിയത്. മറ്റൊരു കാറിലെത്തിയ ഗണേഷ് പ്രദീപിന്റെ കാറിൽ കയറുകയും ഫെനിയോട് സഹായം അഭ്യർത്ഥിക്കുകയുമായിരുന്നു. പ്രദീപിനെയും ശരണ്യ മനോജിനെയുമാണ് കാര്യങ്ങൾ ചുമതലപ്പെടുത്തിയിരിക്കുന്നതെന്നും അവർ പറയുന്നത് പോലെ ചെയ്യണമെന്നും പറഞ്ഞ് ഏൽപ്പിച്ചു. പിന്നീട് പലതവണ ഫോണിൽ വിളിച്ച് നിർദ്ദേശങ്ങൾ തന്നിരുന്നതായും ഫെനി മൊഴി നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് സാക്ഷിമൊഴി കൂടി കോടതി സമക്ഷം എത്തിയിരിക്കുന്നത്.